ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ നടപ്പിലാക്കുന്ന സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 65 ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി വിതരണം ചെയ്യും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഈ മാസം 31-ന് തുടക്കം. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ കേസുകളിൽ ദീർഘകാലമായി ഒളിവിൽ കഴിയുന്നവർക്കെതിരെ വിചാരണ നടപടിക്കൊരുങ്ങി കേന്ദ്രം. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 2 പേരുടെ ശിക്ഷാവിധി ഇന്ന്. ഗസയിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ ബന്ദികളുടെ മോചനം നാളെ ആരംഭിക്കും. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സാത്വിക് സായ്രാജ് റെങ്കിറെഡ്ഡി സഖ്യം ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 65 ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 50,000-ലധികം ഗ്രാമങ്ങളിലെ വസ്തു ഉടമകൾക്കാണ് പ്രധാനമന്ത്രി ഓൺലൈനായി പ്രോപ്പർട്ടി കാർഡ് നൽകുന്നത്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ദിഗന്തരയുടെ സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്ട് ട്രാക്കിംഗ് സ്കോട്ട് ദൌത്യത്തിന്റെ വിജയം ഇന്ത്യയിലെ വളർന്നുവരുന്ന ബഹിരാകാശ വ്യവസായത്തിന് പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും റെസിഡന്റ് സ്പേസ് ഒബ്ജക്റ്റുകൾ ട്രാക്ക് ചെയ്യുന്നതിനുമായി ബുധനാഴ്ചയാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. മിഷൻ സ്കോട്ടിന്റെ വിജയത്തിൽ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ദിഗന്തരയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 31 മുതൽ ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ 31-ന് അഭിസംബോധന ചെയ്യും. ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം 31 മുതൽ ഫെബ്രുവരി 13 വരെയും രണ്ടാം പാദം മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയും നടക്കും. ഇന്ത്യ അമേരിക്ക സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ബംഗളൂരുവിലെ പുതിയ US കോൺസുലേറ്റ് അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. നിർമ്മിത ബുദ്ധി, ബഹിരാകാശം, പ്രതിരോധം, ഡ്രോൺ, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും സഹകരണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ബംഗളൂരുവിൽ അമേരിക്കൻ കോൺസുലേറ്റ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. In an era of AI, of EVs, of space, of drones, and of bio, and it's today our relationship will be heavily based on technology. It will have a much bigger space component because the space domain is actually just beginning to open up and there are so many possibilities out there. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ കേസുകളിൽ ദീർഘകാലമായി ഒളിവിൽ കഴിയുന്നവർക്കെതിരെ നടപടിക്കൊരുങ്ങി കേന്ദ്രം. ഇവരുടെ അസാന്നിധ്യത്തിലും വിചാരണ ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. കുറ്റക്കാരുടെ അസാന്നിധ്യത്തിൽ വിചാരണ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ഇന്ത്യൻ സിവിൽ സെക്യൂരിറ്റി കോഡിൽ ഉൾപ്പെടുത്തുമെന്നും പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് വിലയിരുത്താൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ബ്രസൽസ് സന്ദർശനം ഇന്നു മുതൽ. യൂറോപ്യൻ കമ്മീഷൻ ഫോർ ട്രേഡ് ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി കമ്മീഷണറുമായി കേന്ദ്രമന്ത്രി ഉന്നതതല സംഭാഷണം നടത്തും. തിങ്കളാഴ്ച വരെയാണ് സന്ദർശനം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ചകൾ, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടിക്കാഴ്ച വഴിയൊരുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിലക്കയറ്റം തടയുന്നതിന് അവശ്യ സാധനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്നുവെന്നും അമിത വില ഈടാക്കുന്നില്ല എന്നും ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുൾപ്പെടെ നടപടികൾ സ്വീകരിച്ചതായും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പയർവർഗ്ഗങ്ങൾ, ഉള്ളി എന്നിവയുടെ ഉത്പാദനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഈ സാമ്പത്തിക വർഷം വർദ്ധിപ്പിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കായി 1000-ലധികം സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. BJPയുടെ സ്ഥാനാർത്ഥികളായ ശിഖ റായി, നീരജ് ബസോയ, ആം ആദ്മി പാർട്ടിയുടെ അവധ് ഹോജ, രാഖി ബിദ്ലാൻ, ബന്ദന കുമാരി എന്നിവർ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. വോട്ടെടുപ്പ് അടുത്ത മാസം 5-നും വോട്ടെണ്ണൽ 8-നും നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആന്ധ്ര
ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ സ്റ്റീൽ മേഖലയിലെ സുപ്രധാന കമ്പനിയായ രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡിന്റെ പുനരുജ്ജീവന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 11,440 കോടി രൂപയുടേതാണ് പുനരുജ്ജീവന പാക്കേജ്. റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന 12 ഇന്ത്യൻ പൌരന്മാർക്ക് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും 16 പേരെ ഇപ്പോഴും കാണാനില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്നുള്ള ബിനിൽ ബാബുവിന്റെ മരണം നിർഭാഗ്യകരമാണെന്നും ബിനിലിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചതായും വിദേശകാര്യ വക്താവ് പറഞ്ഞു. ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനം നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ടെന്നും കുറ്റവിമുക്തമായ അതിർത്തി ഉറപ്പുവരുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. We remain committed to ensuring a crime-free border with Bangladesh by effectively addressing cross-border criminal activities, smuggling and trafficking. Barbed wire fencing, border lighting, installation of technical devices and cattle fences are measures that are aimed at securing the border. We expect that all earlier understandings, here I would like to underline, our understandings in this regard will be implemented by Bangladesh in a cooperative approach towards combating such crimes. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 118ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനിലും പരിപാടി സംപ്രേഷണം ചെയ്യും. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയുടെയും 3-ാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാറിന്റെയും ശിക്ഷാവിധി ഇന്ന്. ഇരുവരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. 2-ാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. കാവലൂർ സ്വദേശി ദാസിനിയാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇരിഞ്ചയത്തിന് സമീപം ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. 49 പേർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് വിവരം. അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള ക്രമീകരണം നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ഗസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ ബന്ദികളുടെ മോചനം നാളെ മുതൽ ആരംഭിക്കും. ബന്ദികളുടെ ആദ്യ സംഘത്തെ ഹമാസ് നാളെ മോചിപ്പിക്കുമെന്ന് കരുതുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഇസ്രായേൽ മോചിപ്പിക്കുന്ന പലസ്തീൻ തടവുകാരുടെ പട്ടികയും കൈമാറിയിട്ടുണ്ട്. വെടിനിർത്തൽ സംബന്ധിച്ച കരാർ ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകരിച്ചതിനെ തുടർന്നാണ് നടപടി. ന്യൂഡൽഹി നടക്കുന്ന ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യൻ ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി സഖ്യം മലേഷ്യൻ സഖ്യത്തെ ഇന്ന് നേരിടും. ഇന്നലെ വൈകിട്ട് നടന്ന ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ ടീം ശ്രീലങ്കയെയും വനിതാ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തിയാണ് സെമി ഫൈനലിലെത്തിയത്. ടൂർണമെന്റിലുടനീളം തോൽവി അറിയാതെയാണ് ഇരു ടീമുകളും സെമി ഫൈനലിൽ കടന്നത്. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന ജംഷഡ്പൂർ FC മോഹൻ ബഗാൻ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ISLൽ ഇന്ന് 2 മത്സരങ്ങൾ ഹൈദരാബാദ് ബംഗളൂരുവിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും നേരിടും. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടതിനാൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ സ്റ്റേജ് 3 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. GRAP സംബന്ധിച്ച ഉപസമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് മേഖലയിലെ വായു ഗുണനിലവാര സാഹചര്യവും കാലാവസ്ഥയും അവലോകനം ചെയ്തു. അതേസമയം രാജ്യ തലസ്ഥാനത്ത് അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും ചില മേഖലകളിൽ കൂടി പടക്ക നിരോധനം വ്യാപിപ്പിച്ചതായും സുപ്രീംകോടതി അറിയിച്ചു. ചൈനീസ് ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് നിരോധിക്കാൻ ഒരുങ്ങി അമേരിക്ക. US ഉടമയ്ക്ക് വിൽക്കുന്നില്ലെങ്കിൽ നാളെ മുതൽ രാജ്യത്ത് ടിക്ടോക്ക് നിരോധിക്കാൻ നിർദ്ദേശിക്കുന്ന ഫെഡറൽ നിയമം അമേരിക്കൻ സുപ്രീംകോടതി ശരിവച്ചു. ടിക്ടോക്ക് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന US കോൺഗ്രസിന്റെയും നീതിന്യായ വകുപ്പിന്റെയും നിലപാടിനോട് യോജിക്കുന്നതാണ് വിധി. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദർശനം നാളെ രാത്രി അവസാനിക്കും. ഞായറാഴ്ച വൈകുന്നേരം 6 മണി വരെ പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടും. തിങ്കളാഴ്ച പന്തളം രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രനട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ നടപ്പിലാക്കുന്ന സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 65 ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി വിതരണം ചെയ്യും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഈ മാസം 31-ന് തുടക്കം. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ കേസുകളിൽ ദീർഘകാലമായി ഒളിവിൽ കഴിയുന്നവർക്കെതിരെ വിചാരണ നടപടിക്കൊരുങ്ങി കേന്ദ്രം. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 2 പേരുടെ ശിക്ഷാവിധി ഇന്ന്. ഗസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ ബന്ദികളുടെ മോചനം നാളെ ആരംഭിക്കും. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി സഖ്യം ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.